എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 3-4 വാക്യങ്ങൾ. യോഹന്നാൻ 7:3-4 വാക്യങ്ങൾ. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദിലേക്ക് പോകാം. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യഹൂദയ പ്രദേശമോ യെരുശലേം നഗരമോ യേശുവിനെ സംബന്ധിച്ച് ഒട്ടും സുരക്ഷിതമായിരുന്നില്ല. അതുകൊണ്ട് യേശു തമ്പുരാൻ തൻ്റെ ശുശ്രൂഷ ഗലീലയിൽ തുടർന്നുകൊണ്ടേയിരുന്നു. തൻ്റെ ജീവനെ ലോകത്തിനു വേണ്ടി നൽകിക്കൊടുക്കാനാണ് യേശു ഈ ലോകത്തിൽ വന്നതെങ്കിലും പിതാവിനാൽ നിയമിക്കപ്പെട്ട നാഴിക വരാതെ അത് വെറുതെ എറിഞ്ഞു കളയാൻ യേശു ആഗ്രഹിച്ചില്ല. കൂടാരപ്പെരുന്നാളിൻ്റെ സമയമാകിയാൽ യേശു ആ സമയത്ത് യെരുശലേമിൽ പ്രവേശിക്കണമെന്ന് യേശുവിൻ്റെ സഹോദരങ്ങൾ ആഗ്രഹിച്ചു. എന്നാൽ അവരോടൊപ്പം യെരുശലേമിലേക്ക് പോകാൻ യേശു വിസമ്മതിച്ചു. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 42-43 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ പ്രയാണകാലങ്ങളിൽ ദൈവം നൽകിയ സന്ധാരണങ്ങളെ ഓർക്കുന്നതിന് വേണ്ടിയാണ് കൂടാരപ്പെരുന്നാൾ കൊണ്ടാടിയിരുന്നത്. യഹൂദന്മാരുടെ പെരുന്നാളുകളിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരവും നാടകീയവുമായ ചട്ടവട്ടങ്ങളും ആചരണങ്ങളും അടങ്ങിയതായിരുന്നു കൂടാര പെരുന്നാൾ. അതുകൊണ്ട് വലിയ ആൾക്കൂട്ടമാണ് യെരുശലേമിൽ പെരുന്നാളിനോടനുബന്ധിച്ച് സംബന്ധിക്കുന്നത്. സഹോദരങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് പോകാതെ ഇരിക്കുകയും രഹസ്യത്തിൽ പിന്നീട് പോവുകയും ചെയ്ത യേശുവിൻ്റെ നടപടിയിൽ നിന്ന് ലഭിക്കുന്ന ധ്യാനത്തിൻ്റെ ഉൾക്കാഴ്ചകളാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ അതാണ് രേഖപ്പെടുത്തുന്നത്. ഒന്ന്, യേശുവിൻ്റെ സഹോദരങ്ങൾ ഈ പെരുന്നാൾ ആഘോഷത്തിൻ്റെ സമയത്തെ കണ്ടത് യേശുവിന് പ്രസിദ്ധനാകാനുള്ള സമയമായി എന്നതാണ്. അത്ഭുതങ്ങൾ ചെയ്യാനുള്ള അമാനുഷിക കഴിവുകൾ യേശുവിനുണ്ടായിരുന്നുവെന്ന് അവർക്കറിയാം. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്ത് ജനമധ്യത്തിൽ പ്രസിദ്ധനാകാനുള്ള സുവർണ അവസരമാണ് പെരുന്നാൾ സമയം. സഹോദരങ്ങളുടെ ഉദ്ദേശം നല്ലതായിരുന്നുവെന്ന് യോഹന്നാനും വ്യക്തമാക്കുന്നു. അത്ഭുതങ്ങൾ സംബന്ധിച്ച് അവർക്കുണ്ടായിരുന്ന തെറ്റായ കാഴ്ചപ്പാട് യേശുവിന് അംഗീകരിക്കാൻ കഴിയില്ല. കൂടുതൽ വിഭ്രകരമായ അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത ആഗ്രഹം യഥാർത്ഥ വിശ്വാസത്തെ പരിപോഷിക്കുന്നതല്ല. പാപത്തിൽ വീണുപോയ മനുഷ്യഹൃദയത്തെ ശാസിക്കാനോ തിരുത്താനോ വീണ്ടെടുപ്പിൻ്റെ പാതയിലേക്കാനോ ആക്കാനോ അത്ഭുതങ്ങൾക്ക് കഴിയണമെന്നില്ല. അത്ഭുതങ്ങൾ കാണിച്ച് പ്രശസ്തിയിലേക്ക് ഉയരാമെന്ന യേശുവിൻ്റെ സഹോദരന്മാരുടെ ആഗ്രഹം പാപത്തിൽ വീണുപോയ മനുഷ്യരുടെ ആഗ്രഹം മാത്രമാണ്. മരുഭൂമിയിൽ ആദ്യ പരീക്ഷണ സമയത്ത് പിശാച് ഉയർത്തിയ പ്രലോഭനം തന്നെയാണ് ഇപ്പോൾ സഹോദരങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്, യേശുവിൻ്റെ സഹോദരങ്ങൾ ലോക മനോഭാവം തന്നെ പങ്കുവയ്ക്കുന്നതിനാൽ അവർക്ക് ഏത് സമയവും യോജിച്ച സമയം തന്നെയാണ്. യേശുവിന് നേരിടാനുള്ള ലോകത്തിൻ്റെ വിദ്വേഷ വെറുപ്പുകളെക്കുറിച്ച് അവർക്കറിയില്ല. കാരണം ആ സഹോദരങ്ങളും ലോകത്തിൻ്റെ ചിന്താഗതികൾക്കനുസരണമാണ് ചിന്തിച്ചിരുന്നത്. എന്നാൽ യേശുവിന് അങ്ങനെ ആയിരുന്നില്ല. യേശുവിന് പിതാവിൻ്റെ ഹിതം അറിയുന്നതിന് കാത്തിരിക്കണമായിരുന്നു. പിതാവ് കാണിച്ചു കൊടുക്കുന്നത് ചെയ്യാൻ മാത്രമേ പുത്രനായ യേശുവിന് കഴിയുമായിരുന്നുള്ളൂ.
പിതാവ് അനുവദിക്കുന്ന പ്രവർത്തന രീതി മാത്രമായിരുന്നു പുത്രന് അനുവർത്തിക്കാൻ കഴിഞ്ഞത്. മൂന്നാമത്, പെരുന്നാളിന് വന്ന ജനക്കൂട്ടം യേശുവിനെ പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് വെച്ച് പുലർത്തിയിരുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം യേശു ഒരു നല്ല വ്യക്തിയായിരുന്നു. മറ്റു ചിലരാകട്ടെ അവൻ ജനത്തെ കബളിപ്പിക്കുന്നുവെന്ന ചിന്ത വെച്ച് പുലർത്തി. ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ അനുസരിച്ച് ഒരാൾ കബളിപ്പിക്കപ്പെടുന്നവനാണെന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുമെന്നാണ് എന്ന് തെളിഞ്ഞാൽ അത് മരണകരമായ കുറ്റമായിരുന്നു. എന്നാൽ യേശു പെരുന്നാളിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നൽകിക്കൊടുക്കുന്ന ഉൾക്കാഴ്ചകൾ പങ്കിട്ട് പഠിപ്പിക്കുകയായിരുന്നു. പെരുന്നാളിൽ അനുദിനം വെള്ളം കോരി യാഗപീഠത്തിൽ ഒഴിച്ചും ദീപങ്ങൾ തെളിയിച്ചും ചില കാര്യങ്ങൾ വിശ്വാസ സമൂഹം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. വിളവുകളെ സമ്പുഷ്ടമാക്കിയ മഴ പെയ്ത്തിനെ ഓർത്ത് ദാതാവായ ദൈവത്തെ സ്തുതിക്കുന്നതിനാണ് വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ദൈവരാജ്യത്തിൻ്റെ ആവിർഭാവം ഉണ്ടാകുമ്പോൾ സമൃദ്ധമായി ചൊരിയപ്പെടാൻ പോകുന്ന ദൈവാത്മമാരിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും തെളിയിക്കുന്ന ദീപങ്ങളിലൂടെ അവരെ പങ്കുവച്ചു. അപ്പോൾ ഈ ഭാഗം നമ്മളെ ചിന്തിപ്പിക്കുന്നത്, ലോകത്തിൻ്റെ നിലവാരങ്ങൾക്കനുസരിച്ച് മാത്രം ദൈവിക വിഷയങ്ങൾ പോലും കാണുന്ന അപജയങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. പിതാവ് ചെയ്യുന്നതും നിർദ്ദേശിക്കുന്നതും മാത്രം ചെയ്യുന്ന പുത്രൻ നമ്മുടെ ലോക വ്യവഹാരങ്ങളിൽ നമുക്ക് മാതൃകയാകണം. ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും എന്ത് അടിസ്ഥാനത്തിൽ തുടങ്ങിയെന്നും അത് എന്തിലേക്ക് നയിക്കണമെന്നും അറിയാതെ ആത്മാവ് നഷ്ടപ്പെട്ട ആചരണങ്ങളുടെ ഇരകളാക്കി തീർക്കുന്ന മതാത്മകതയിൽ നിന്നും സജീവമായ ആശയവിനിമയത്തിൻ്റെ മഴപ്പെയ്ത്തും വെളിച്ചത്തിൻ്റെ ഉത്സവവും ആക്കി അവയെ തീർക്കാൻ നമുക്ക് സാധിക്കണം. ഈ ലോക ധനം അല്ലെങ്കിൽ മാനം, അതിൻ്റെ മഹിമ, അത് നമ്മുടെ ദാഹത്തെയും വിശപ്പിനെയും സമ്പൂർണമായി ശമിപ്പിക്കുന്നതല്ല. കർത്താവിലൂടെ ലഭിക്കുന്നതാണ് നമ്മുടെ ആത്മസംതൃപ്തി. അതിലേക്ക് നമ്മുടെ ചിന്തകൾ ഉയരട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, പുതിയ ദിനത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ജീവജലം നൽകുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ ചില ദാഹങ്ങൾക്കും വിശപ്പുകൾക്കും അതീതമായി ആത്മീയമായി ഞങ്ങളെ പുഷ്ടിപ്പെടുത്തുന്ന അവിടുത്തെ ആഹാരവും ജലവും അത് സ്വീകരിച്ച് ജീവിപ്പാൻ, തൃപ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നിൻ്റെ പകൽക്കാല ആവശ്യങ്ങളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും യാത്രകളിലും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പുതുവർഷത്തിൽ അങ്ങയോടൊത്ത് ജീവിപ്പാൻ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.